ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നമ്മുടെ ചെറുതുരുത്തിയിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നമ്മുടെ വേഗൻ പ്ലാസ 100% പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശയും അടിപൊളി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ വീണ്ടും ചേട്ടനുണ്ടാക്കിയ ചായ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. യാത്ര എവിടേക്കാണെന്നല്ലേ പറയാട്ടോ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഡേ. അപ്പോൾ നമ്മുടെ പുതിയൊരു ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ശിരുവാണി ഡാമിലേക്ക് പോണ വഴിയാണ് കേട്ടോ. ശിരുവാണി ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ശിരുവാണി ഡാമിലേക്ക് പോണ വഴിയിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ അടിപൊളി കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കമൻറ്റുകൾ മസ്റ്റാണ്. കമൻറ്റുകൾ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ ബാക്കിലത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ. അവിടുത്തെ മലകളുടെ മുകളിലൊക്കെ ഉണ്ടോ കോടിറങ്ങിയിട്ട് ഭയങ്കര ക്ലൈമറ്റാണ്. നല്ല ചെറിയൊരു തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. വരുന്ന വഴികളൊക്കെ ഇതേമാതിരി ഫോറസ്റ്റ് ഹൈ റേഞ്ച് ഏരിയകളാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോണ വഴികളും അടിപൊളിയാണ്. ശിരുവാണിയിൽ നമുക്ക് കാണാനുള്ളത് മെയിനായിട്ട് ഡാമാണ്. പിന്നെ അവിടെ നിന്നൊരു ട്രക്കിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ പോണ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. നമ്മുടെ പിള്ളേർ ഇത് അവിടെ ഇരിക്കുന്നു കേട്ടോ. അതിനവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. നമ്മുടെ ഒരു നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കലാകാരൻ കേട്ടോ. ഒരു തെയ്യം കലാകാരനാണ്. വീട് കണ്ണൂരാണ്. സതീശേട്ടൻ എന്നാണ് പേര് അല്ലേ? തെയ്യത്തിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ ഒന്നുമില്ല. എല്ലാ സാധനവും ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ശിരുവാണി ഡാമിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോകണതിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബാക്കിൽ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ ടൈമുണ്ട്. ആകെ 3 ടൈമിൽ മാത്രമാണ് ഇവിടെ കയറാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. ഒന്ന് 9 മണി, പിന്നെ 12 മണി, പിന്നെ 2:30 PM. അപ്പോൾ ആ ടൈമിൽ മാത്രമാണ് ഇവിടെ ആൾക്കാർക്ക് കിടക്കുള്ളൂ. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഇവിടേക്ക് പോവാം. പക്ഷേ അതിന് റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് ഇത്തിരി കൂടുതലാണ്. എന്നാലും ഞാൻ ബോർഡ് കാണിച്ചു തരാം. അതിൽ റേറ്റ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. രാവിലെ ഒരു 9 മണിക്ക് ഒരു ബാച്ച് പോയി. അപ്പോൾ സാർ ഇപ്പോൾ നിങ്ങൾ 12 മണിക്ക് നമുക്ക് അടുത്ത് പോകാൻ വേണ്ടി പറ്റും. എത്ര മണിക്കൂർ എടുക്കുന്ന പറഞ്ഞു? നമുക്ക് 3 to 4 മണിക്കൂറാണ് നമുക്ക് ഇവിടുന്ന് മാക്സിമം സമയം. അതെല്ലേ. ഞങ്ങൾ ടൂറിസം ഈ ഒരു 7 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഈ ശിരുവാണി കാട്ടിനകത്ത് വനത്താൽ ചുറ്റപ്പെട്ട് എടുക്കുന്ന നമുക്കൊരു 36 ഫാമിലീസ് ഉള്ള ഒരു ഉന്നതിയുണ്ട്, ട്രൈബൽ ഉന്നതിയുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആളുകളെ നമ്മൾ വനം വകുപ്പ് ഗൈഡായിട്ട്, ഇപ്പോൾ നിങ്ങൾ വന്നല്ലോ, അപ്പോൾ നിങ്ങളുടെ കൂടെ നമ്മളൊരു ഗൈഡായിട്ട് നമ്മൾ അവനെയാണ് വിടുക. അപ്പോൾ അവനൊന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മുടെ മെയിനായിട്ടൊരു ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. നമ്മൾ ഒരു 5 ഗൈഡും വരുന്നത്. നമുക്ക് അവർക്ക് വേറൊരു വരുമാന മാർഗ്ഗം, ഇൻകം സോഴ്സ് ഒന്നും വേറെ ഇല്ല. നമുക്ക് ശിരുവാണി ഡാമിൽ നിന്ന് മീൻ പിടിക്കലും അങ്ങനെ മറ്റ് മാർഗ്ഗങ്ങളൊക്കെയാണ് ഉള്ളൂ. കാടിനെ ആശ്രയിച്ച് മാത്രം കഴിയുന്ന ഒരു. നമ്മൾ ഈ 2000 ഒരു വണ്ടിക്ക് അടയ്ക്കുമ്പോൾ അതിന് അവർക്കൊരു ഭാഗമുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ വനംവകുപ്പ് അവരിനെ ജോലിക്ക് എടുത്ത് ഈ ഗൈഡായിട്ട് വരുന്നതിന് നമ്മളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് വനംവകുപ്പ്. അപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് ഒരു വിഹിതം അവർ തീർച്ചയായിട്ടും അതാണ് സംഭവം. ഇപ്പോൾ 10:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ പറഞ്ഞത് ഫുഡ് കഴിച്ചിട്ട് പോവാന്നാണ് പറഞ്ഞത്. ഫുഡ് കഴിച്ചിട്ട് വരാം, എന്നിട്ട് ഒരു 2-3 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ടാവും. മലയുടെ മുകളിലേക്ക് കയറിപ്പോണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടിയിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് 5 കിലോമീറ്റർ ബാക്കിലേക്ക് വന്നാലാണ് പാലക്കയം ചെറിയൊരു കവലയിൽ നമ്മൾ എത്താൻ പറ്റുക. ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനും കഴിക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു മരിയ ഹോട്ടലിൽ കയറി. അടിപൊളി അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ദോശ, മുട്ട റോസ്റ്റ് ഒക്കെ കഴിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
പിന്നെ കുറച്ച് പഴം റസ്കൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചു ട്രക്കിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്നു കേട്ടോ. ഇനി അവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കണം, എത്ര ആൾക്കാർ പോകുന്നുണ്ട്, അവരുടെ വയസ്സ്, പിന്നെ ഒരാളുടെ അഡ്രസ്സ്, പിന്നെ ഒരു ആധാർ കാർഡിൻ്റെ നമ്പർ ഒക്കെ നമുക്ക് എഴുതി കൊടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. ഒരാൾ നമ്മുടെ കൂടെ വരും ഗൈഡായിട്ട്. പിന്നെ നമ്മുടെ വണ്ടിക്ക് 2000 രൂപയാണ് ചാർജ് ചെയ്ത് കിടക്കുന്നത്. 5 സീറ്റർ വണ്ടിക്ക് 2000 രൂപ. പിന്നെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ കാണിച്ച മാതിരി ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഓരോ വണ്ടികളുടെ എമൗണ്ട്. അപ്പോൾ നേരത്തെ സാറ് കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നില്ലേ, അതുമനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ. ഇപ്പോൾ ഈ കൊടുക്കണ എമൗണ്ട് അവർ ഇത് വരുന്ന ഫോറസ്റ്റ്, അതായത് ഗൈഡായിട്ട് വരുന്ന ഇവിടെ ട്രൈബൽസിൻ്റെ കുറച്ച് ആൾക്കാരാണ്, അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ യൂസ് ചെയ്യണത്. വേറെ വരുമാനമൊന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഈ കിട്ടണ പൈസയിൽ നിന്ന് കുറച്ച് തുക അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യും. അതാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ പോവാം. അവിടുന്ന് ശേഷം നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡർ എത്തും. അതുവരെ നമുക്ക് അലൗഡ് ഉള്ളൂ. പിന്നെ അവിടുന്ന് നമ്മൾ ട്രക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ശിരുവാണി മലകളാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്തിട്ട് പോയിട്ട് അവിടുന്ന് കുറച്ച് വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 12 മണി, രാവിലെ 9 മണി, പിന്നെ 2:30 ടൈം. അപ്പോൾ അതിൻ്റെ മുന്നൊക്കെ വരണ ഒരു ഫുഡ് കഴിച്ചിട്ട് തന്നെ വരിക. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരു കടകളും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ്. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സുഭാഷ് സാറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗൈഡിനെയും കൂടി ഇവിടുന്ന് നമുക്ക് നമ്മുടെ കൂടെ വിടും. ഈ 2 കാറിനും കൂടിയിട്ട് ഒറ്റ ഗൈഡുണ്ട്. ഈ വണ്ടിക്കും നമ്മുടെ വണ്ടിക്കും കൂടിയിട്ട് ഒറ്റ ഗൈഡാണ് വരിക. ഗൈഡ് നമ്മുടെ വണ്ടിയിലാണ് കയറുന്നത്. അപ്പോൾ ഗൈഡിനെ സാറ് പരിചയപ്പെടുത്തി തരും. ഒന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനകത്തൊരു ഉന്നതി നിവാസികളുണ്ട്, അവരെയാണ് ഞങ്ങൾ ഗൈഡായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്യും. നിങ്ങൾക്ക് ഈ ശിരുവാണിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. പിന്നെ ട്രക്കിംഗ് സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ എല്ലാം അവർ ചെയ്തു തരും. ഞങ്ങളുടെ ഗൈഡ് വരുന്നത്. എൻ്റെ പേര് അയ്യപ്പൻ. ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശിരുവാണിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, മറ്റു വിവരങ്ങൾ നിങ്ങൾക്ക് ട്രക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇവരെ അറിയിച്ചാൽ മതി. വേണ്ട പരിഹാരം എന്താ വെച്ചാൽ അത് ചെയ്തു. ഓക്കെ, ശരി സാർ, തീർച്ചയായും ആയിക്കോട്ടെ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഷോളയൂർ പഞ്ചായത്തിൽ നിത്യഹരിതവനമായ ശിരുവാണി നദിക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. യാത്രയിൽ ചിലപ്പോൾ നമുക്ക് ആന, മാൻ, വരയാട്, കരിങ്കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും കേട്ടോ. കാടിനു നടുവിലുള്ള ഈ അണക്കെട്ടിൽ ആനകളൊക്കെ ചില ടൈമിൽ കുളിക്കാൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതും ഭാഗ്യമുണ്ടെങ്കിലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. 1973 ആഗസ്റ്റിലാണ് കോയമ്പത്തൂർ നഗരത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളത്തിനായി 2 സംസ്ഥാനങ്ങളും തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഒരു കരാറ് നടപ്പിലാക്കിയത്. കേരള സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് തമിഴ്നാട്ടിലെ ഫണ്ട് ഉപയോഗിച്ചാണ് കേരള പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, ജാതി വൈബാണ്. ലൈറ്റായിട്ട് ചെറിയ കോടയുണ്ട്, ചെറിയ തണുപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര ഫീൽ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. അവിടെയൊക്കെ നോക്കിയൊക്കെ എന്തൊരു രസമെന്നറിയോ. ഇത് ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഡാം എത്തിയിട്ടില്ല. ഡാമിലേക്ക് കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കാറുണ്ട്. ഒരു ജാതി വൈബാട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഫോറസ്റ്റ്. ഡാം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എൻഡിങ്ങിലാണ് നമുക്ക് ട്രക്കിങ്ങിട്ട് പോവുക. ഇത് അവിടെ കുറേ വണ്ടികളൊക്കെ ഒരാൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. 3 വണ്ടികളുണ്ട്. ഈ 2 വണ്ടിക്ക് വേണ്ടിയിട്ട് ഒറ്റ ഗൈഡാണ്. അപ്പോൾ ഗൈഡ് ചേട്ടൻ എവിടെ ഉണ്ടായിരുന്നു? അവിടെ നിൽക്കുന്നുണ്ട് ഗൈഡ് ചേട്ടൻ. അതെ, നമ്മുടെ ഇവിടെ കുറച്ച് വെള്ളങ്ങൾ കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഒരു ഡാമുണ്ട്. ആക്ച്വലി ആ മലയുടെ ഈ കാണുന്നില്ലേ, അതിൻ്റെ അവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാം കേട്ടോ. കാഞ്ഞിരപ്പുഴ ഡാമിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അടിപൊളി ഡാമാണ് കേട്ടോ കാഞ്ഞിരപ്പുഴ ഡാം. അപ്പോൾ
ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇനി ഈ വഴിക്ക് കുറച്ച് ദൂരം കൂടി പോകണം നമ്മൾ ഡാമിലേക്ക് എത്താം, ശിരുവാണി ഡാമിലേക്ക്. ചേട്ടൻ എത്ര വയസ്സായി ചേട്ടാ? 55 വയസ്സ്. അപ്പൊ അന്ന് ഈ റോഡ് നമ്മളിപ്പോ പോണ റോഡുണ്ടോ? അന്ന് ഈ റോഡില്ല. അന്ന് ഇത് റോഡൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ഇതൊന്നുമില്ല. അന്നൊക്കെ ഫുള്ളും ഒരു മണ്ണ് റോഡായത്. മണ്ണടിച്ച റോഡ്. മണ്ണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് അല്ലല്ല, ഇത് കേരളം പാലക്കത്തെ ഒരു ആക്രമണത്തെ അധികാരിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാ. അല്ല ചേട്ടാ, ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡ് ഉണ്ട്, അതേത് ഭാഗത്ത്? അത് വെള്ളത്തിന്റെ അടിയില. എന്താ വെള്ളത്തിന്റെ അടിയിൽ? അടിയിലായതുകൂടെ വെള്ളത്തിന്റെ സൈഡിൽ കൂടിയാണ് ഇവർ റോഡ് പണിത്. പക്ഷെ ഇവരുടെ ഒരു ഡാമുണ്ട്, ബ്രിട്ടീഷുകാർ പണിത ഒരു ഡാം പണ്ട്, ഏത് കാലഘട്ടത്തിൽ അറിയില്ല. പക്ഷെ ആ ഡാമിന്റെ വെള്ളം തികഞ്ഞിട്ടാണ് ഈ പുതിയ ഡാം നിർമ്മിച്ചത്. അത് പറയണത് ഈ ശിരുവാണി ഡാമിന്റെ അണ്ടറിലുണ്ടെന്നാണല്ലോ. വെള്ളത്തിന്റെ അടിയില, നമ്മള് ഒരിക്കലും കാണാൻ പറ്റില്ല. ഏത് റോഡ്? ഈ ഡാം, അവരുടെ ഡാം, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഡാം ഇപ്പോഴത്തെ ഡാമിന്റെ വെള്ളത്തിന്റെ അടിയിൽ. അത്ര ചെറുതായിരുന്നു, അല്ലെ? തികഞ്ഞിരുന്നില്ല. ചെറുതല്ല, അത് ഡാമല്ല, ചെക്ക് ഡാം പോലെ. ഇപ്പൊ ഈ റോഡ് ഉണ്ടാക്കിയത് ആക്കമറ്റം അധികാരിയല്ല സംഭവം. അപ്പൊ ഒരു അധികാരി പുള്ളി വില്ലേജ് ഓഫീസറായിരുന്നു പണ്ട്. അയാളുടെ സ്ഥലമാണ് നമ്മൾ പ്രൈവറ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഫോറസ്റ്റിന്റെ താഴെ പുള്ളി സ്ഥലമായിരുന്നു ഫുള്ളും. ഇപ്പൊ ഒരാൾക്കാർക്ക് ഇങ്ങനെ ഒരു 5 ഏക്കർ 10 ഏക്കർ പുള്ളി കൊടുത്തത് തന്നെയാണ്. അങ്ങനെയാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അങ്ങനെ ഈ റോഡ് ഉണ്ടാക്കിയത്. 1050 വർഷം പഴക്കമുള്ള പട്ടിയാർ ബംഗ്ലാവ് ശിരുവാണി ഈ റിസർവയറിന്റെ തീരത്ത് ഉണ്ട് കേട്ടോ. നമുക്കത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അവിടെ വന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ നമ്മൾ ശിരുവാണി ഡാമിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ശിരുവാണി ഡാം. അത്രയ്ക്ക് വലിയ ഡാമെന്നല്ല, പക്ഷെ ഇവിടേക്ക് വരണ വഴി ഒരു രക്ഷയില്ല, ഭയങ്കര വൈബാണ്. അധികം വണ്ടികളൊന്നുമില്ല, നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഒരു പ്രശ്നമില്ല, റേഞ്ച് ചെറുതായിട്ടുണ്ടാവുള്ളൂ, ഒരു ശല്യങ്ങളും ഉണ്ടാവില്ല. ആ ബാക്കിൽ കാണുന്നതാണ് ഡാം. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡാം ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്നാട്ടോ ഇവിടുത്തെ മറ്റേ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഷട്ടറിൻ്റെ ചെറിയൊരു പോർഷൻ കാണാൻ പറ്റും, പക്ഷേ അത് ഓപ്പൺ ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പുറത്ത് തന്നെ ഒരു നീല കളറിലൊരു സാധനം കാണാനുണ്ട്. അപ്പോൾ ഈ വെള്ളം ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയിട്ട് അടിയിലേക്ക് പോകും. അപ്പോൾ വെള്ളം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇത് വെള്ളം നമ്മളല്ലാട്ടോ യൂസ് ചെയ്യണത്, വെള്ളം കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. മെയിനായിട്ട് കോയമ്പത്തൂരുള്ള ആൾക്കാർ യൂസ് ചെയ്യണ വെള്ളം ഈ ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. അല്ല ഗൈസ്, അപ്പോൾ നമ്മൾ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടു കേട്ടോ. ഇനി നമ്മൾ മറ്റേ ആ കുന്നിൻ്റെ മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോകണം പറഞ്ഞില്ലേ, ശിരുവാണി മലകളുടെ മുകളിലേക്ക്. അപ്പോൾ കേരളമേട് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ്. ഇവിടുന്ന് കുറേ ദൂരം ഇനി വണ്ടിയിൽ പോകണം, എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോകണം. ഓക്കെ, നമ്മൾ ശിരുവാണി ഡാമിൽ നിന്ന് മറ്റേ പുൽമേടില്ലേ, കേരളമേടിലേക്ക് പോകണ വഴിയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നിർത്തിയതാണ്. എന്താണെന്ന് അറിയാം, നമ്മുടെ ഡാമിൻ്റെ അടിവശത്തുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം പോണ വഴിയാണിത്. അടിവശത്തുള്ള വ്യൂ ആണ്. അപ്പുറത്ത് ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം ഇത് കൂടെ പോയി ഇതാ അങ്ങനെ ഇങ്ങോട്ട് പോകും. ഇത് കൂടെ ഇങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറ്റം വരെ എത്താം കേട്ടോ. പക്ഷേ കുറച്ച് ദൂരം നടക്കാനുണ്ട്, അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് കാരണം പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ എന്തൊക്കെ പൊളിച്ചിട്ടിട്ട് തോന്നി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഡാമിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കേരളമേട്ടിലേക്കുള്ള യാത്രയിൽ തുടങ്ങാം. ഹലോ ഗൈസ്, നമ്മളീ വരുന്ന റോഡില്ലേ, ഞാൻ മുന്നൊക്കെ വരുന്ന ടൈമിൽ, അതായത് ഞാൻ പ്രളയത്തിന് മുന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നല്ല റോഡായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രളയത്തിന് ശേഷം പ്രളയത്തിൻ്റെ ടൈമിൽ ഇവിടുത്തെ റോഡ് കംപ്ലീറ്റ് ഒലിച്ച് പോയിട്ട് ഇപ്പോൾ ഓഫ് റോഡില്ലേ, അതിനായിട്ട് ഡേഞ്ചറായിട്ടാണ്. ഈ വണ്ടി കയറാൻ തന്നെ കുറേ ബുദ്ധിമുട്ടി. എന്നിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ടാണ് കയറിയത്. അപ്പം നമ്മുടെ പിന്നിൽ വന്ന വണ്ടി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രൈവർ ബഷീറും പോയിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക വാച്ചറും പോയിട്ടുണ്ട്, നമ്മുടെ ഗൈഡും പോയിട്ടുണ്ട്. അവരിപ്പോൾ
ആ വണ്ടി ഇതുവരെ കാണാത്ത കാരണം കൊണ്ട് അവർ നടന്നു പോയിട്ടുണ്ട്. എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്കിനി ഈ വഴി കൂടെ കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ട്രക്കിങ്ങാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു മുട്ടക്കുന്നുണ്ട്, കേരള മേട് എന്നാണ് പറയുക. അത് കൂടെ മുകളിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. കുറച്ച് ഹെവി ട്രക്കിങ് തന്നെയാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ചേട്ടാ ട്രക്കിങ് ആരംഭിക്കല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതുവരെയാണ് നമുക്ക് വണ്ടി വരുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴി കൂടെ, ഇത് കോയമ്പത്തൂർക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടെ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് ഏകദേശം കുറേ പോകാണ്ട് തോന്നുന്നുണ്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് കുന്നിൻ്റെ മുകളിൽ കയറുക. അങ്ങനെ കുറേ ഒരു മുട്ടക്കുന്നുണ്ട്. അങ്ങനെ ട്രക്ക് ചെയ്തിട്ട് പോകാം നമുക്ക്. ആ ഒരു ബാത്റൂം പോയിട്ട് വരും കേട്ടോ. നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അതിലത്തെ ഒരാൾക്ക് വരാൻ കുറച്ച് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ആളവിടെ ഇരുന്നു. ശാരീരികമായിട്ട് വയ്യ. അപ്പോൾ അവളുടെ ഫാമിലി മറ്റേ വൈഫും കുട്ടിപ്പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മുന്നേ നടന്നു. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. ചെക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ട് എക്സ്ട്രാ പൈസ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. 50 രൂപയൊക്കെ കൂടുതൽ കൊടുക്കണം ഒരു ബോട്ടിലിന്. തിരിച്ച് ആ ബോട്ടിൽ അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് 50 രൂപ തിരിച്ചു തരും. ഇപ്പോൾ പുളി നമ്മളൊക്കെ തന്നെയാണ്. എന്തായാലും വേറൊരു പാക്കറ്റ് വന്നിട്ടുണ്ട്. ഡെപ്പോസിറ്റ് കൊടുത്തോ? കനം കുറയ്ക്കാം. അതെ, നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ വന്നില്ല കേട്ടോ. കാരണം ഒരു ഫാമിലി ഉണ്ട് പറഞ്ഞില്ലേ, അവർ അതിലത്തെ വലിയ ചേട്ടൻ വരുന്നില്ല, പിള്ളേരും വൈഫും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നത് പറഞ്ഞു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യപ്പച്ചേട്ടൻ അവിടെ നിന്നു, ഗൈഡ് അവിടെ നിന്നു, ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അതന്നെ, തനിയെ വനത്തിലൂടെ പോരുത്, വന്യജീവികളുടെ സാന്നിധ്യമുള്ളതിനാൽ കേട്ടോ. ആ വന്യജീവികളുണ്ടാവും. ഇതാണ് നമ്മുടെ കേരള ബോർഡർ കേട്ടോ. അതേ മതിലില്ലേ, ഇതാണ് കേരള ബോർഡർ. ഇവിടുന്ന് അപ്പുറം ഞാനിപ്പോൾ തമിഴ്നാട്ടിലെത്തി. ഞാൻ തമിഴ്നാട്ടിലെത്തി. ഈ തമിഴ്നാട്ടിലെത്തിയ ആ വടി, നമുക്ക് പോകാനുള്ള വണ്ടി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുത്തി നടക്കാൻ വേണ്ടിയിട്ട് ഒരു വടി ഞാൻ എടുക്കാം. ഈ വഴിയില്ല ഏട്ടാ? ഓക്കെ. ആ വരുന്നില്ല, അവർ വന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരുമിച്ച് പോവാം. അപ്പോൾ ആ ഫാമിലി വന്നു കേട്ടോ. അവർ ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ. കനം വിലയുള്ള വടി. ആ അത് മതി. ആ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടി കുത്തിയടകളുണ്ട്. അത്രയ്ക്ക് വലിയ ഡേഞ്ചർ കയറ്റെന്നല്ല തോന്നുന്നു, എന്നാലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി. നല്ല സ്ട്രോങ് ആയിരിക്കുമല്ലേ? നല്ല സ്ട്രോങ് ആണ്, ചീത്ത വണ്ണം കുറഞ്ഞോണ്ട് ബലം കിട്ടൊന്നുമില്ല. നിങ്ങൾ അതിനൊന്നും ബേജാറാണ്. പൊട്ടൊന്നുമില്ല, നല്ല ബലം. അപ്പോൾ പോവല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ നിന്നില്ല. ഭക്ഷണം കഴിച്ച കയറാൻ പറ്റില്ലടാ. ആ ഇപ്പം ഞാൻ പറഞ്ഞവരോട് നമ്മൾ കയറുന്നൊക്കെ ഓടൊന്നും പടരും. വാ 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 വാ, കയറിനെടുക്കുന്നുണ്ട്. സാന്താക്ലോസ് വരുന്നുണ്ട്. ആള് പുലിയാണ് കേട്ടോ. അങ്ങനെ പറയണമായിരുന്നല്ല, ആള് IMB ട്രിപ്പ് കഴിഞ്ഞിട്ട് വരികയാണ്. ഹിമാലയൻ റൈഡ് കഴിഞ്ഞിട്ട് വരുന്ന ആളാ. കണ്ട എങ്ങനെ നോക്കുന്നു കണ്ട, ഇയാള് പുലിയാ. നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കളിക്കണുള്ളൂ. ആനപ്പെണ്ണ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുറെ നാളുകൾക്ക് മുന്നിട്ടതാണ്. എന്നാലും
ആനകൾ വരുന്നുണ്ടെന്ന് ഇത് തെളിവുണ്ടോ. ഒരു ഹെവി കയറ്റം കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള ഭാഗമാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടിയും കയറ്റുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കയറ്റുണ്ടാവും. മുകളിൽ പോയാൽ നല്ല രസമാണ്. ഭയങ്കര കാറ്റായിരിക്കും. അറ്റത്തുനിന്ന് നമ്മുടെ മുന്നേ പോയ ടീമുകളാണ് വരുന്നത് കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ നോക്കി നോക്ക്. ഇതോ ഇവിടെ അല്ലേ ശിരുവാണി ഡാമിൻ്റെ റിസർവോയറാണ് കാണുന്നത്. അവിടെ പിന്നെ നമുക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം. പക്ഷേ ഈ ഗോപ്രോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല. അതാ ഡാമിൻ്റെ നല്ല വ്യൂ ആണ് കേട്ടോ. ക്യാമറയിൽ എത്ര ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. ഇത് നമുക്ക് ആ കുന്നിൻ്റെ അതുവരെ പോകണം. അവർ ഡാമിൻ്റെ റിസർവയർ കണ്ടപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ റെസ്റ്റ് ആവും ചെയ്യും. നമ്മുടെ കൂടെ വന്ന ഫാമിലി ഇതാ മുകളിലേക്ക് എത്താറായിട്ടാ. മുകളിലല്ല, കുറച്ച് അവിടെ എത്താറായി. എന്താ വയ്യാണ്ടയ്യോ? വയ്യാണ്ടയ്യോ? ആ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ഉള്ളത്. സുഖമാണ്. കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നും. നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ശിരുവാണിയിലേക്ക് വരും കേട്ടോ. ഇവിടെ വന്നിരിക്കണം. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വേണം. സൂപ്പറാണ്. കാരണം മൊബൈലിൽ ടവറില്ല, ഒന്നുമില്ല, കോൾസ് ഇല്ല, ഒന്നുമില്ല, മെസ്സേജസ് ഇല്ല, ഒന്നുമില്ല. ഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടിരിക്കും. പശ്ചിമഘട്ടം മലനിരകളാണ് ഉണ്ടാക്കാറുണ്ട്. എന്ത് രസം അറിയില്ല. എൻ്റെ മുകളിൽ കോടൊക്കെ ഇറങ്ങി അടിപൊളി വൈബാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കയറിയുന്ന. പിന്നെ നമുക്ക് ആ അറ്റത്ത് നമുക്ക് മറ്റേ ഇഷായോഗ ഫൗണ്ടേഷനിലെ അതിൻ്റെ മറ്റേ ശിവൻ്റെ പ്രതിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യൂ അടക്കം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ ഡാമിൽ നിന്നുള്ള വെള്ളം ഇവിടെ വന്നിട്ട് ഫിൽട്ടർ ചെയ്തിട്ടാണ് അങ്ങനെ കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫിൽറ്ററിങ് യൂണിറ്റാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.